പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു ചെറിയൊരു സന്തോഷം എൻ്റെ ജീവിതത്തിലെ ഒരു താളുകൂടി കഴിഞ്ഞു എന്നും പറയാം, മുന്നോട്ടുള്ള യാത്രയായെന്നും പറയാം. അതെ, ഇന്ന് ഞാൻ ജനിച്ച ദിവസമാണ്. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ദൈവത്തിന് നന്ദി പറയുന്നു. കൂടാതെ എൻ്റെ ജീവിതത്തിലുടനീളം ഞാൻ വന്ന യാത്രകൾ, ഞാൻ ജനിച്ച് ഒരു 7 മന്തുള്ള സമയമാണ് ഞങ്ങളെ പ്രിയപ്പെട്ട അമ്മ ഞങ്ങളെ വിട്ടു പിരിഞ്ഞത്. അച്ഛനും അമ്മമ്മയും മാമനും ചേട്ടൻ ചേച്ചി ഞാൻ, ഇതാണ് ഞങ്ങളുടെ കുടുംബം. അമ്മയുടെ മരണം അച്ഛനെ വല്ലാതെ മാനസികമായിട്ട് ഉലച്ചു. ശാരീരികമായിട്ടും മാനസികമായിട്ടും അച്ഛൻ ഒരുപാട് തളർന്നു പോയായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങൾ എങ്ങനെ ജീവിച്ചു എന്ന് തന്നെ പറയാം. ജീവിതത്തിൻ്റെ ഓരോ വഴികളിലും കല്ലും മുള്ളും പ്രതിസന്ധികളും തരണം ചെയ്ത് ആണ് ഞങ്ങൾ യാത്ര ചെയ്തത്. എൻ്റെ കുഞ്ഞുനാളിൽ അമ്മമ്മയൊക്കെ മാമനൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. എനിക്കെപ്പോഴും ലൂസ് മോഷൻ വരും, ന്യൂട്രിയൻ്റ് ഫുഡ് കിട്ടാത്തത് കൊണ്ടും. അന്നത്തെ കാലഘട്ടങ്ങളല്ലേ, 79 ഞാൻ ജനിച്ചത്. ഇന്ന് എനിക്ക് 47 വയസ്സ് പൂർത്തിയായി. അപ്പം ഡോക്ടർ പറയുമെന്ന്, ഈ മോൾക്ക് ആയുസ് കുറവാണ്, ഹെൽത്ത് വളരെ മോശമാണ്, അപ്പോൾ നിങ്ങൾക്ക് ഈശ്വരൻ്റെ ബ്ലെസ്സിങ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ കുട്ടിയെ കിട്ടുള്ളൂ. അങ്ങനെ മാമൻ്റെ കൈകളിൽ ഒരു പഴന്തുണിയിൽ ചുറ്റി ഇങ്ങനെ ലൂസ് മോഷനും ഛർദിയൊക്കെ വരുമ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ന്യൂട്രിയൻ്റ് ഫുഡൊന്നും കിട്ടാത്തത് കൊണ്ട് എപ്പോഴും ഹോസ്പിറ്റലും വീടും അങ്ങനെയൊക്കെയാണ്. അമ്മയില്ലാത്ത ചെറിയ കുട്ടി. അപ്പോൾ വീട്ടുകാർക്കും ഒരു ചെറിയ സംശയം വന്നു, ഈ മോളെ കിട്ടൂല. അങ്ങനെ ഞാൻ കുഞ്ഞുനാൾ ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളെ പഴയ വീട്ടിൽ നല്ല ഒരു തറവാട് വീട് പോലെയുള്ള ഓടിട്ട വീടുണ്ടായിരുന്നു. ആ വീട്ടിൻ്റെ മുമ്പിൽ എനിക്ക് തിരിച്ചറിവ് വരുന്ന സമയത്ത് ഒരു 2 പല്ലും കാണിച്ച് ചെറിയൊരു കുഞ്ഞുടുപ്പൊക്കെ ഇട്ട്, എന്താ പറയുക, ഇന്നറൊക്കെ ഇങ്ങനെ കാണിച്ച്, ഒരു ബിസ്ക്കറ്റിൻ്റെ പാർലേജി ബിസ്ക്കറ്റും പിടിച്ചിട്ട്, ഒരു മുമ്പത്തെ കസേര ഉണ്ടല്ലോ സ്റ്റുഡിയോയിലൊക്കെ വട്ട കസേര, ആ കസേരയിൽ ഇരുന്നിട്ട് ബിസ്ക്കറ്റും പിടിച്ച് നിൽക്കുന്ന ഒരു മോള്. അപ്പോൾ മാമൻ അമ്മയുടെ ബ്രദർ ഭാസ്കരൻ എന്ന് പറയും. അപ്പോൾ മാമൻ പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെ ഡോക്ടർ പറഞ്ഞതിന് ശേഷം ഈ മോളെ കിട്ടില്ല, അങ്ങനെ ഓർത്തിട്ട് വലിയതാക്കിയിട്ട് ഫ്രെയിം ചെയ്ത് വീട്ടിൽ വെക്കാൻ വേണ്ടി എടുത്ത ഫോട്ടോയാണ്. അങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചു. പക്ഷേ ഈശ്വരൻ്റെ വിധി വൈപരീത്യം എന്ന് തന്നെ പറയാം. ദൈവത്തിൻ്റെ വലിയ ബ്ലെസ്സിങ് കൊണ്ട് പൂർണ്ണ ആരോഗ്യവതിയായി എൻ്റെ കുടുംബത്തിന് ഒരാളുടെയെങ്കിലും കണ്ണുനീരൊപ്പാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. ആത്മാർത്ഥമായിട്ട് നെഞ്ചിൽ കൈവച്ച് എനിക്ക് പറയാൻ പറ്റും. എന്നെ പഠിപ്പിച്ച ഗുരുനാഥന്മാർ, എൻ്റെ കൂട്ടുകാർ, എൻ്റെ നാട്ടുകാർ ഒക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്താണ് ഞാൻ ഇവിടം വരെ എത്തിയത്. എല്ലാത്തിനും ദൈവത്തിന് നന്ദി പറയുന്നു. അതിലുപരി സമൂഹത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന, മാനസികമായിട്ട് വിഷമങ്ങൾ അനുഭവിക്കുന്ന ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, ജീവിതത്തിൽ അങ്ങനെ പല പ്രതിസന്ധികളും വരും. ഇന്ന്, ഇന്നലെ, നാളെ എന്ന കൺസെപ്റ്റിൽ നമ്മളെപ്പോഴും ജീവിതത്തിൽ പ്രതീക്ഷകൾ കൊണ്ടാണ് മുന്നേറുന്നത്. ഓരോ പ്രതിസന്ധികൾ വരുമ്പോഴും ജീവിതം അവസാനിച്ചു എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. മഴ കാത്ത് കഴിയുന്ന വേഴാമ്പലിനെ പോലെ മഴ വരും. പ്രതീക്ഷകൾക്ക് നാമ്പുണ്ടാവും. മുട്ടി വിരിഞ്ഞ് പൂവായി കായായി നമുക്കും നമ്മെ സ്നേഹിക്കുന്നവർക്കും നാം വലിയൊരു സ്നേഹസമ്പന്നയായ വ്യക്തിത്വമായി എന്നും ശോഭിക്കും. പ്രതീക്ഷകൾ കൈവിടരുത്. പ്രതിസന്ധികൾ വരുമ്പോൾ മനസ്സിന് വിഷമം തട്ടാതെ ജീവിതത്തിൽ മുന്നേറുക. നമ്മൾ ഓരോ ദിവസവും ഓഫീസുകളിൽ പോകുന്നവരാണെങ്കിലും ഒക്കെ അലാറമൊക്കെ വെച്ച്, വീട്ടമ്മയാണെങ്കിലും നമ്മൾ അലാറം വയ്ക്കും. കാരണം ഒരു പ്രതീക്ഷയില്ല. നമ്മൾ ആ അലാറം മോർണിംഗിൽ എഴുന്നേറ്റ് ഓഫാക്കിയിട്ട് എഴുന്നേറ്റ് പോകുന്നു. പക്ഷെ നമുക്ക് ആ ഒരു പ്രതീക്ഷയിലാണ്
നമ്മൾ ഓരോ ദിവസവും മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ ഇങ്ങനെ നല്ലതും ചീത്തയും തരംതിരിച്ച് കാണാതെ കണ്ണിൽ നല്ല കാഴ്ചകൾ കണ്ട് നന്മകൾ കണ്ട് ജീവിതത്തിലുടനീളം മുന്നേറുക. കാരണം ഒരു ചിത്രശലഭം അതിന് 24 മണിക്കൂറാണ് അതിൻ്റെ ജീവിതം. എത്ര മനോഹരമായിട്ടാണ് അത് ഒരു പൂവിൽ നിന്ന് തേൻ കുടിക്കുന്നത്. നമ്മൾ കാണുന്ന കാഴ്ചകളാണ്. അങ്ങനെ ഓരോ ജീവജാലങ്ങളും ജലാശയങ്ങൾ കാണുന്ന മത്സ്യങ്ങളായാലും ഒരു മുക്കുവൻ്റെ വലയിൽ നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ വീടുകളിലെ ചട്ടിയിലേക്ക് വരുന്ന ജലാശയത്തിൽ തിമിർത്ത് കളിക്കുന്ന മത്സ്യത്തിൻ്റെ ജീവിതം, ഓരോ വല വീശുമ്പോഴും ചൂണ്ടയിടുമ്പോഴും ആ ജലാശയത്തിൽ അത് വളരെ സന്തോഷത്തോടെ തിമിർത്ത് ആർത്തുല്ലസിച്ച് ചിറകുകൾ അടിച്ച് ഉല്ലസിക്കുന്ന നമുക്ക് കാണാൻ പറ്റുന്നൊരു കാഴ്ചയാണ്. തെളിനീരുള്ള നല്ല പുഴകളിലും തടാകങ്ങളിലും കായലുകളിലും സമുദ്രങ്ങളിലും ഒക്കെ എല്ലാം അങ്ങനെയാണ്. ജീവിതത്തിൽ പ്രതീക്ഷകൾ കൈവരുക, നല്ല നേട്ടങ്ങൾ ഉണ്ടാവുക. 7 മാസത്തിൽ ജീവിതം അവസാനിച്ച് പോകുന്നു വിചാരിച്ച ഈ കുട്ടിയെ ഇന്ന് 47 വയസ്സിലേക്ക് എത്തിച്ച ഈ പ്രപഞ്ചത്തിനും ദൈവത്തിനും ഗുരുഭൂതന്മാർക്കും എൻ്റെ അച്ഛനമ്മയ്ക്കും സർവോപരി പ്രപഞ്ചമേ നന്ദി. നല്ലൊരു ദിനം ആശംസിക്കുന്നു. നല്ല പ്രതീക്ഷകളുണ്ടാവട്ടെ, നല്ല വിജയങ്ങളുണ്ടാവട്ടെ, നല്ല സ്നേഹമുണ്ടാവട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സൈനിങ് ഔട്ട്. മൈൻഡ് പവർ ഓഫ് മലബാരീസ്. ശോഭന രാജീവൻ. താങ്ക് യു.